പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. പ്രഭാതത്തിന് മുമ്പ് രാത്രി എപ്പോഴും ഇരുണ്ടതാണ്. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ സമയങ്ങൾ കടന്നുപോകും. എല്ലാം മെച്ചപ്പെടും. നിങ്ങൾ എന്നത്തേക്കാളും പ്രകാശിക്കും. ഏത് തരത്തിലുള്ള സ്ത്രീയുമായാണ് ഒരു പുരുഷൻ സഹവസിക്കുന്നത്, അവരുടെ തലത്തിലേക്ക് അയാളുടെ മനസ്സിൽ എത്തുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. നമ്മുടെ സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നതിനേക്കാൾ ലജ്ജാകരമാണ് അവരെ അവിശ്വസിക്കുന്നത്. ജീവിതം ഒരു അവസരമാണ്. അതിൽ നിന്ന് പ്രയോജനം നേടുക. ജീവിതം സുന്ദരമാണ്. അത് ആസ്വദിക്കുക. ജീവിതം ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുക. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നമ്മൾക്ക് നമ്മിൽ തന്നെ താൽപര്യമില്ല എങ്കിൽ ജീവിതം തന്നെ വളരെ താൽപര്യമില്ലാതായിത്തീരും. അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലം തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിത്തരുന്ന ഒരു തിരിച്ചറിവ്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ ആവാം. പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകൾ ആവാം, സ്വപ്നങ്ങൾ ആവാം. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രം. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒരു ബന്ധം നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ നോക്കിച്ചിരിക്കുന്നു. എന്നാൽ തങ്ങളെ നോക്കിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരാശപ്പെടുത്തിയ കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മധുരപ്രതികാരവും കരുത്തുറ്റ വിജയവും. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ. 96% സ്ത്രീകൾക്കും തന്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തന്റെ പങ്കാളി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താൽപര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ മതി. അത് നേരെ നിങ്ങളിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ സംഭാഷണത്തിൽ താൽപര്യമുണ്ട് എന്നാണ് അർത്ഥം. അല്ല, അത് മറ്റേതെങ്കിലും ദിശയിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി താൽപര്യമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ഉറപ്പിക്കാം. കാലുകൾ ഒരിക്കലും കള്ളം പറയില്ല. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിന്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. തങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു.
നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതിരൂപം ആകണം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. ജീവിതം മടുത്തു എന്നു തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. ജീവിതം ജീവിക്കാൻ ഉള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികൾ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറങ്ങിയാൽ മതി. എന്നാൽ ലക്ഷ്യത്തിനായി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകും എന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. മനുഷ്യൻ ജനിക്കുമ്പോൾ ശ്വാസം ഉണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ വിശ്വാസവും പേരും തമ്മിലുള്ള അകലം ആണ് ജീവിതം. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. സ്വപ്നം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളതാണ്. ജീവിതം എന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചൂതാട്ടമാണ്. ജീവിതത്തിലെയോ ലോകത്തിലെയോ ഒന്നും തന്നെ ശാശ്വതമല്ല. നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് പോലും ഊഹിക്കാൻ കഴിയില്ല. ഒരു മടുപ്പും കൂടാതെ മണിക്കൂറുകളോളം ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങൾ ആയിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. ജീവിതത്തിൽ ചെയ്ത നല്ലതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. അത് തീർച്ചയായും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ തിരികെ വരും. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത് പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക. മനസ്സൊരു പക്ഷിയാവട്ടെന്നേ, സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാവട്ടെ. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. പഠനങ്ങൾ പറയുന്നത് വേഗത്തിൽ നടക്കുന്ന ആളുകൾ പൊതുവെ അവരുടെ കാര്യങ്ങളിൽ വളരെ തീവ്രതയുള്ളവരും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എളുപ്പത്തിൽ സന്തുഷ്ടരാകുന്നവരും ആയിരിക്കും എന്നാണ്. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളുടെ പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടെയും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾ തന്നെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കുന്നത്. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്.
എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും. അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്.